നമസ്കാരം. അങ്ങനെ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്ത്യയിൽ അടുത്ത സെൻസസ് 2026-ലും 27-ലുമായി നടപ്പിലാകുമെന്ന് ഉറപ്പായി. 2026 ഒക്ടോബർ മാസത്തിലാണ് സെൻസസ് ആരംഭിക്കുന്നത്. ജമ്മു കാശ്മീർ, ലഡാക്ക്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ മഞ്ഞ് വീഴുന്ന സംസ്ഥാനങ്ങളിലാണ് ആദ്യം. മഞ്ഞുകാലം തുടങ്ങുന്നതിന് മുൻപ് തുടങ്ങി വയ്ക്കാനാവാം. അവിടെയാണ് ആദ്യം. 2026 ഒക്ടോബറിൽ തുടങ്ങും. 2027 മാർച്ചിലാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ സെൻസസ് ആരംഭിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 1.5 വർഷമെങ്കിലും ഈ സെൻസസ് നീണ്ടു നിൽക്കും. 2028 പൂർത്തിയാകുമെന്നും സെൻസസ് തുടങ്ങി 3 വർഷം കൊണ്ട് അതിൻ്റെ ഫലം പുറത്തു വരുമെന്നും കണക്കാക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ ഏതാണ്ട് 2029 ആകുമ്പോഴേക്കും ഈ വർഷത്തെ സെൻസസിൻ്റെ കൃത്യമായ കണക്ക് പുറത്തു വരും. ഈ സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത് 1881-ലാണ്, ബ്രിട്ടീഷ് ഭരണകാലത്ത്. അന്ന് മുതൽ എല്ലാ 10 വർഷത്തിലും ഒരിക്കൽ വീതം സെൻസസ് നടന്നു വരുന്നു. 1931-ലാണ് അവസാനമായി ജാതി സെൻസസ് നടന്നത്. 1931-ലെ ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി സംവരണം പിന്നീട് ഇവിടെ നടപ്പിലാക്കിയത്. ജാതി സെൻസസ് വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ 50% സംവരണമുള്ളത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുമ്പോൾ തീർച്ചയായും ജാതി സെൻസസ് അത്യാവശ്യമാണ്. ഓരോ ജാതിക്കാരും എത്രയുണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തിയിട്ട് മാത്രമേ ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ജാതി സെൻസസ് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായിരുന്നു ജാതി സെൻസസ്. ഒടുവിൽ ഈ സെൻസസിനൊപ്പം അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി സെൻസസ് മുമ്പോട്ട് പോവുകയാണ്. 2021 നടക്കേണ്ടതായിരുന്നു ഈ സെൻസസ്. 1881 മുതൽ എല്ലാ 10 വർഷത്തിലും ഒരിക്കൽ ഈ സെൻസസ് നടന്നു വന്നതാണ്. 2021 അത് നടക്കാതെ പോയത് കോവിഡ് കാരണമാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തൊരിടത്തും 2020-21 വർഷത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന സെൻസസ് നടന്നില്ല. എന്നാൽ ആകെയുള്ള 233 രാജ്യങ്ങളിൽ 44 രാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും ഏതാണ്ട് 200ഓളം രാജ്യങ്ങളിൽ സെൻസസ് ഇതിനോടകം പൂർത്തിയായി. സെൻസസ് പൂർത്തിയാവാത്തത് യുദ്ധമുള്ള, ആഭ്യന്തര കലാപമുള്ള രാജ്യങ്ങളിലാണ്. അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലാണ്. യുക്രൈനിൽ യുദ്ധം നടക്കുന്നു, അതുകൊണ്ട് അവിടെ സെൻസസുമില്ല, തെരഞ്ഞെടുപ്പുമില്ല. പിന്നെയുള്ളത് യമന്, സിറിയ, മ്യാൻമാർ, ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്ന ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ, കൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആഭ്യന്തര കലാപം നടന്ന ശ്രീലങ്ക. ഇത്തരം രാജ്യങ്ങളിലൊക്കെ മാത്രമാണ് സെൻസസ് നടക്കാതെ പോയത്. ജനാധിപത്യം നിലനിൽക്കുന്ന, നീതിവാഴ്ചയുള്ള, ഇതുവരെ സെൻസസ് നടത്താതെ പോയ ഏക രാജ്യം ഇന്ത്യയാണ്. വളരെ അവിശ്വസനീയമായ കാര്യം, ഇതിനിടയിൽ ധാരാളം തെരഞ്ഞെടുപ്പുകൾ, രാജ്യത്തിന് പൊതു തെരഞ്ഞെടുപ്പ് അടക്കം ധാരാളം തെരഞ്ഞെടുപ്പുകൾ നടന്നു, സെൻസസ് മാത്രം നടന്നില്ല. ഈ സെൻസസ് നീക്കിവെച്ചതിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയും അജണ്ടയും ഉണ്ട് എന്ന ആരോപണം പണ്ടേയുണ്ട്. അത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ സെൻസസ് പ്രഖ്യാപനം. ഈ സെൻസസ് എന്ന് പറയുന്നത് അതിനിർണായകമായ ഒരു ഡാറ്റയാണ്. സെൻസസിന്റെ അടിസ്ഥാനത്തിൽ സംവരണമടക്കമുള്ള പ്രക്രിയ നടക്കുന്നു. സോഷ്യൽ ബെനഫിറ്റുകൾ, ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ പിന്നോക്കാവസ്ഥ അറിഞ്ഞുള്ള മാറ്റങ്ങൾ, ഗോത്രവർഗ മേഖലകളിലെ സ്കൂളുകൾ, ഇതൊക്കെ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മനുഷ്യന്റെ സാമ്പത്തിക സ്ഥിതി, അവൻ്റെ ജാതീയമായ സാമൂഹികമായ സ്ഥിതി, ഇതൊക്കെ മനസ്സിലാക്കുന്നത് സെൻസസ് അനുസരിച്ചാണ്. 2011 ശേഷം ഇവിടെ സെൻസസ് പുറത്ത് വന്നിട്ടേയില്ല. 15 വർഷം മുമ്പുള്ള ഡാറ്റയാണ് രാജ്യത്തെ സെൻസസ് എന്ന് പറയുന്നത്. ജനസംഖ്യ അനുനിമിഷം പെരുകിക്കൊണ്ടിരിക്കുന്നു. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ 121 കോടിയാണ്. ഈ ജനസംഖ്യ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 145 കോടിയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ കൃത്യമായി ജനസംഖ്യ നിശ്ചയിച്ചാൽ മാത്രമേ പല ഭാവി പരിപാടികളും നടപ്പിലാക്കാൻ കഴിയൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് കോവിഡിനെ ചാരി 6-7 വർഷത്തേക്ക് സെൻസസ് വൈകിപ്പിച്ചത്? 2021 നടക്കേണ്ടത് 2027 നടക്കുന്നത്. 6 വർഷമാണ് വൈകിയിരിക്കുന്നത്. ഈ 6 വർഷം വൈകിപ്പിച്ചതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ പാർലമെന്റ് രൂപീകരിക്കപ്പെട്ടപ്പോൾ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതികമായി മണ്ഡല പുനർവിഭജനം നടത്താൻ തീരുമാനിച്ചിരുന്നു. ഈ മണ്ഡല പുനർവിഭജനം നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് 494 നിന്നും 71 543 മാറിയത്. എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് തർക്കമുണ്ടായി. കാരണം ജനസംഖ്യ നിയന്ത്രണം രാജ്യത്തിന് നയമായി മാറുന്നു. ഒരു വീട്ടിൽ 1 അല്ലെങ്കിൽ 2 കുട്ടികൾ എന്ന നയം കൊണ്ടുവരുന്നു. ഈ നയം നടപ്പിലാക്കാൻ പലരും വിമുഖത കാട്ടുന്നു. നയം നടപ്പിലാക്കുന്ന, രാജ്യത്തിന്റെ പോളിസി പാലിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ആളെ നിയന്ത്രിക്കുമ്പോൾ അവരുടെ ജനപ്രതിനിധികളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു. ഇതൊരു ഗൗരവമായ വിഷയമായി മാറി. അതുകൊണ്ട് 1971 44-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. 71 സെൻസസിന്റെ ഫലത്തിലായിരിക്കും ഇനി വരാൻ പോകുന്ന 25 വർഷം
മണ്ഡല പുനർനിർണയം എന്ന് വെച്ചു. 2001 82ാം ഭരണഘടനാ ഭേദഗതിയോടെ ഇത് അടുത്ത 25 വർഷത്തേക്ക് നീട്ടി. ഈ 2001 നീട്ടിയ 25 വർഷം പൂർത്തിയാകുന്നത് 2026 അതുകൊണ്ട് 2026 ശേഷമുള്ള സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മണ്ഡല പുനർനിർണയം നടത്താവൂ എന്നാണ് ചട്ടം. അതാണ് ഭരണഘടന പറയുന്നത്. ആര് വിചാരിച്ചാലും അതും അമെൻഡ് ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നിലവിലുള്ള സെൻസസ് അങ്ങനെ തുടർന്നിരുന്നെങ്കിൽ 2031 സെൻസസിന് ശേഷം മാത്രമേ അത്തരമൊരു പുനർവിചിന്തനത്തിന് സാധിക്കുമായിരുന്നുള്ളൂ. 2021 സെൻസസ് നടക്കുമ്പോൾ 2031 ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2021 സെൻസസ് ഇത്രകാലം നീട്ടിവെച്ചതിന്റെ കാരണം മണ്ഡല പുനർവിഭജനം നടത്താൻ വേണ്ടിയാണ് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ഈ മണ്ഡല പുനർവിഭജനം നടന്നാൽ ഗൗരവമേറിയ ചില വിഷയം അതിന്റെ പിന്നിലുണ്ടാവും. ഉത്തരേന്ത്യക്കാരും തെക്കേ ഇന്ത്യക്കാരും തമ്മിലുള്ള വിഭജനവും ഭിന്നതയും അത് ശക്തമാക്കും. കാരണം തെക്കേ ഇന്ത്യ, അതായത് കേരളവും തമിഴ്നാടും തെലങ്കാനയും കർണാടകയും ആന്ധ്രാപ്രദേശും അടങ്ങുന്ന തെക്കേ ഇന്ത്യ ഫലപ്രദമായി തന്നെ ജനസംഖ്യ നിയന്ത്രിച്ചു. പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളും അത് ചെയ്തു. എന്നാൽ ഉത്തർപ്രദേശും ബീഹാറും മഹാരാഷ്ട്രയും ഒക്കെ അടങ്ങുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അത് പാലിച്ചില്ല. അവരുടെ ജനസംഖ്യ കുതിച്ചുയർന്നു. ജനസംഖ്യാനുപാതികമായി ഇനി മണ്ഡല പുനർവിഭജനം നടത്തിയാൽ തെക്കേ ഇന്ത്യയിൽ എംപിമാരുടെ എണ്ണം കുറയുകയും വടക്കേ ഇന്ത്യയിൽ എംപിമാരുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ തെക്കേ ഇന്ത്യക്കാരുടെ വാക്കിന് ഒരു വിലയുമില്ലാതാവും. വടക്കേ ഇന്ത്യക്കാർ പറയുന്നത് പോലെ കാര്യം നടക്കും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പുതിയ പാർലമെന്റ് നിർമ്മിച്ചപ്പോൾ ഏതാണ്ട് 850-ലധികം പേർക്ക് ഇരിക്കാവുന്ന സീറ്റ് സൗകര്യം ഒരുക്കി കൊടുത്തത്. എന്ന് വെച്ചാൽ സെൻസസ് വൈകിപ്പിക്കുന്നു, പുതിയ പാർലമെന്റ് മന്ദിരം ഭാവിയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് നിർമ്മിക്കുന്നു. ഇപ്പോൾ ഭരണഘടന തടസ്സമാവാത്ത തരത്തിൽ പുതിയ സെൻസസ് പ്രഖ്യാപിച്ചിരിക്കുന്നു 2026-27. ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ മണ്ഡല പുനർവിഭജനം ഉണ്ടാവുമെന്നും ഈ മണ്ഡല പുനർവിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിനെ തമിഴ്നാട് ഇപ്പോൾ തന്നെ എതിർത്തു തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് 1971 സെൻസസ് ബാധകമാക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. തമിഴ്നാടിനെ പിന്തുണച്ചുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടിയിട്ടുണ്ട്, പഞ്ചാബ് കൂടിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും മോദി സർക്കാർ ഗൗനിക്കുമെന്ന് തോന്നുന്നില്ല. പുതിയ പരിഷ്കാരം വന്നാൽ ഏതാണ്ട് 848 സീറ്റുകളായിരിക്കും പാർലമെന്റിൽ ഇപ്പോഴത്തെ 543 പകരം ഏതാണ്ട് ഇരട്ടിയായി മാറും. ഉത്തർപ്രദേശിലെ ഇപ്പോഴത്തെ 80 സീറ്റ് 143 മാറും അത്രേ. എന്ന് വെച്ചാൽ 63 എംപിമാരെ കൂടി ഉത്തർപ്രദേശിനെ നിയോഗിക്കാം. ബീഹാറിലെ ഇപ്പോഴത്തെ 40 സീറ്റ് ഏതാണ്ട് 70 സീറ്റായി മാറുമത്രേ. മഹാരാഷ്ട്രയിലെ 48 സീറ്റ് 68 സീറ്റായി മാറുമത്രേ. എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒരു പാർട്ടി ജയിച്ചാൽ ആ പാർട്ടിക്ക് ബാക്കി എല്ലാ സംസ്ഥാനത്തും ഭൂരിപക്ഷം കുറവാണെങ്കിലും രാജ്യം ഭരിക്കാം. മാറ്റം വളരെ വിചിത്രമാണ്. തെലങ്കാന 17-20 സീറ്റ് 3 സീറ്റ് കൂടും. ആന്ധ്രാപ്രദേശ് 25-28 സീറ്റ് 3 സീറ്റ് കൂടും. തമിഴ്നാട് 39-41 സീറ്റ് 2 സീറ്റ് കൂടും. കേരളം 20 സീറ്റ് 19 സീറ്റ് 1 സീറ്റായി കുറയും. മധ്യപ്രദേശ് 29 സീറ്റ് 47 സീറ്റായി കൂടും. രാജസ്ഥാൻ 25 സീറ്റ് 44 സീറ്റായി കൂടും. എന്ന് വെച്ചാൽ 3, 4, 5 സംസ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ രാജ്യത്തിന്റെ ഭരണം ഉറപ്പാക്കാൻ കഴിയും. രാജ്യത്തിന്റെ നിയമം പാലിച്ച തെക്കേ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളം, വലിയ തോതിൽ സ്ട്രഗിൾ ചെയ്യും. ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി, കാരണം വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശും രാജസ്ഥാനും മധ്യപ്രദേശും മഹാരാഷ്ട്രയും ബീഹാറും ഒക്കെ പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് എക്കാലവും BJPയുടെ ഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ സംഭവിച്ചത് എന്നാണ് ആരോപണം. അങ്ങനെയെങ്കിൽ വലിയ ആശങ്കകൾക്ക് ഇത് കാരണമാകും. തമിഴ്നാട് ഇപ്പോൾ തന്നെ ഭിന്നതയുടെ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അധികം തിരിച്ചടി കിട്ടുന്നത് കേരളത്തിനാണ്. കാരണം രാജ്യത്തിന്റെ ജനസംഖ്യാ പോളിസി ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയത് കേരളമാണ്. അതുകൊണ്ട് കേരളത്തിലെ എംപിമാരുടെ എണ്ണം 20-ൽ നിന്ന് 1 കുറഞ്ഞ് 19 ആകും. ബാക്കി എല്ലായിടങ്ങളിലും ഏതാണ്ട് ഇരട്ടിയോളം കൂടുമ്പോൾ കേരളത്തിൽ 1 കുറയും. 1 കുറയുക മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പരിഗണിക്കണം. കേരളത്തിലെ ജനസംഖ്യ കണക്കെടുത്ത് നോക്കുക. മലപ്പുറത്താണ് കേരളത്തിലെ ജനസംഖ്യയുടെ 13%. മലപ്പുറത്ത് ഇപ്പോൾ തന്നെ 3 പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട്. മലപ്പുറത്തിന്റെ അകത്ത് 2 ഉള്ളൂ. വയനാട് മണ്ഡലത്തിലെ ഭൂരിപക്ഷം വോട്ടർമാരും മലപ്പുറത്തെയാണ്. മലപ്പുറത്ത് കേരള ജനസംഖ്യയുടെ 13% ഉണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് കൂടുകയോ അല്ലെങ്കിൽ കുറയാതിരിക്കുകയോ ചെയ്യാം. കോട്ടയം അടക്കം, പത്തനംതിട്ട അടക്കം, ഇടുക്കി അടക്കമുള്ള ഇടങ്ങളിലെ പാർലമെന്റ് മണ്ഡലം ഇല്ലാതാവാം. പണ്ട് മൂവാറ്റുപുഴയെന്ന മണ്ഡലം ഇല്ലാതായിരുന്നു, അതെല്ലാം പത്തനംതിട്ട ഭാഗമാക്കി. ഇല്ലാതാവാം. അത്തരമൊരു സാഹചര്യം കൂടിയുണ്ട്. കേരളത്തിൽ നിലവിൽ കുറയുമ്പോൾ അത് കോട്ടമാവുന്നത് മധ്യ തിരുവിതാംകൂറിലായിരിക്കും. ഇത്തരമൊരു വലിയ തിരിച്ചടി കൂടിയുണ്ട് ഇതിന്.
എന്തായാലും ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി ചെയ്തവർക്ക് പണി കിട്ടുന്ന, ജനസംഖ്യാ നിയന്ത്രണം എന്ന രാജ്യത്തിൻ്റെ പോളിസിയെ അവഗണിച്ചവർക്ക് ഗുണമുണ്ടാവുന്ന തരത്തിലേക്ക് പാർലമെന്റ് മണ്ഡലത്തിൻ്റെ അതിർത്തി പുനർനിർണയിച്ചേക്കുമെന്ന് തന്നെയാണ് ഈ സെൻസസ് പ്രഖ്യാപനം നൽകുന്ന സൂചന.